നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ നിലമ്പൂരിൽ ആരാകും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ്. VS ജോയി, ആര്യാടൻ ഷൗക്കത്ത് എന്നീ പേരുകളാണ് കോൺഗ്രസിൽ പരിഗണിക്കപ്പെടുന്നത്. തർക്കമുള്ളതിനാൽ ഇവർ രണ്ടുപേരുമല്ലാതെ മൂന്നാമതൊരാൾ വരട്ടെ എന്ന ആലോചനയുമുണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥി വന്നതിന് ശേഷമേ ഇടത് സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ തീരുമാനമാകൂ. പൊതു സ്വതന്ത്രൻ മുതൽ DYFI ജില്ലാ സെക്രട്ടറി വരെ പരിഗണിക്കപ്പെടുന്നവരിൽ പെടുന്നു. BJPയിൽ സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. നിലവിലെ MLA PV അൻവറിനെ എങ്ങനെ ഉൾക്കൊള്ളാമെന്ന കാര്യത്തിൽ UDFൽ ആശയക്കുഴപ്പമുണ്ട്. തൃണമൂൽ കോൺഗ്രസിനെ എളുപ്പം മുന്നണിയിലെടുക്കാനാകില്ല എന്നാണ് കോൺഗ്രസിന്റെ പ്രശ്നം. അൻവർ ഒരു പ്രാദേശിക പാർട്ടി രൂപീകരിച്ചോ സ്വന്തമായോ മുന്നണിയിലേക്ക് വരട്ടെ എന്നാണ് പല നേതാക്കളുടെയും നിലപാട്. പുറത്തുനിന്ന് നിരുപാധിക പിന്തുണ നൽകിയാൽ അത്രയും സന്തോഷം. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് UDFൽ കയറി പറ്റുമെന്നാണ് TMC നേതാക്കളുടെ ഉറച്ച ആത്മവിശ്വാസവും. ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുകയാണ്. കയ്യാലപ്പുറത്തായോ അൻവർ എന്ന് ചർച്ച ചെയ്യുകയാണ്. ചർച്ചയിൽ ശ്രീ P. ഷബീർ CPIM, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ്, ശ്രീ ഉല്ലാസ് ബാബു BJP, ശ്രീ ഹംസ പറക്കാട്ട് തൃണമൂൽ കോൺഗ്രസ്, ഡോക്ടർ മോഹൻ വർഗീസ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ. ആദ്യം ശ്രീ നൌഷാദ് അലി, തൃണമൂൽ കോൺഗ്രസ് ഇപ്പോൾ വലിയ കോടാലിയായോ കോൺഗ്രസിനെ സംബന്ധിച്ച്? ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ അൻവറിനെ അകത്ത് കയറ്റണോ വേണ്ടയോ എന്നുള്ള തർക്കത്തിൽ അല്ലെങ്കിൽ ആശയക്കുഴപ്പത്തിലാണോ നിങ്ങൾ? അഭിലാഷ്, ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാട് ഐക്യജനാധിപത്യ മുന്നണി കൈക്കൊള്ളുമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. പക്ഷേ ഈ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അൻവർ ഉയർത്തിയ ഒരുപാട് രാഷ്ട്രീയ ആവശ്യങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു തെരഞ്ഞെടുപ്പാവും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളൊരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നൊരു മറുപടി പറയാൻ തക്ക ലാഘവമുള്ള കാര്യങ്ങളല്ല. അതൊക്കെ ആധികാരികമായിട്ട് കോൺഗ്രസ് പാർട്ടി നേതൃത്വം തീരുമാനിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസ് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്, ഇന്ത്യ മുന്നണിയുടെ സഖ്യകക്ഷിയാണ്. പക്ഷേ കോൺഗ്രസുമായി ബംഗാളിൽ സഖ്യത്തിലല്ല, പലയിടത്തും പ്രശ്നങ്ങളുണ്ട്. എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയെ മമതാ ബാനർജി വിമർശിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ PV അൻവറിനോട് നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയെ ഇവിടെ UDFലെ ഒരു അംഗമായി എടുത്ത് മുന്നോട്ട് പോവുക സാധ്യമാണോ? ഇവിടെ ഈ തൃണമൂൽ കോൺഗ്രസ് എന്നൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തൃണമൂൽ കോൺഗ്രസ് മുമ്പുണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഇപ്പോഴും തൃണമൂൽ കോൺഗ്രസ് എന്നൊരു പാർട്ടിയുടെ ആശയാദർശങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അടിസ്ഥാനം ഒരു ബംഗാൾ കേന്ദ്രീകൃതമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് എത്തരത്തിലാണ് അവരതിനെ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതിന് ആനുപാതികമായിട്ടാണ് നമ്മൾ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് പോകേണ്ടത്. പക്ഷേ PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം രാഷ്ട്രീയം എന്നത് അത് വെട്ടൊന്ന് മുറി രണ്ട് എന്നുള്ളതല്ലല്ലോ. ഇതൊരു അവധാനതയോടെയും സമയമെടുത്തും പക്വമായും ഒക്കെ ഇടപെട്ട് ആ റിസൾട്ടിലേക്ക് എത്തിക്കേണ്ട ഒന്നാണ് രാഷ്ട്രീയം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം UDFന്റെ വിജയത്തിന് വേണ്ടി മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള പ്രാഥമികമായൊരു രാഷ്ട്രീയ ധർമ്മം. ആനുപാതികമായി മറ്റ് കാര്യങ്ങളിലൊക്കെ ഇതൊരു രാഷ്ട്രീയവും ചർച്ചകളിലൂടെയൊക്കെ ഉരുത്തിരിയുന്ന നയപരമായ ഒരു മേഖലയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും അത് നിരാശാജനകമാവുന്നൊരു സാഹചര്യമോ ആരെങ്കിലുമൊക്കെ ഉപയോഗിച്ചതിന് ശേഷം വലിച്ചെറിയുന്ന തരത്തിലുള്ള LDF സമീപനമോ ഒന്നുമുള്ള ഒരു പാർട്ടി അല്ല, അല്ലെങ്കിൽ മുന്നണിയല്ല UDF. അതുകൊണ്ട് PV അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് അദ്ദേഹം അഹോരാത്രം അധ്വാനിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു പ്രാഥമിക ലക്ഷ്യം അല്ലെങ്കിൽ ചുമതല എന്ന മട്ടിൽ അദ്ദേഹം സമീപിക്കണമെന്ന എൻ്റെ വ്യക്തിപരമായ ഒരു കാഴ്ചപ്പാട് കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ്. പിന്നെ പണ്ട് ഒരു തമിഴ് സിനിമയുണ്ട്, മുത്തുരാമനും അതുപോലെ തന്നെ ജയലളിതയൊക്കെ അഭിനയിച്ചൊരു സിനിമയിൽ കണ്ണദാസൻ പാടുന്ന ഒരു പാട്ട് എഴുതി അദ്ദേഹം തന്നെ സ്ക്രീനിൽ പാടുന്നൊരു പാട്ട് ഞാൻ ഓർക്കുകയാണ്. അതായത് അതിങ്ങനെയാണ്: പരമശിവൻ കഴുത്തിലിരുന്ന് പാമ്പ് കേൾക്കുന്നത് ഗരുഡ സൗഖ്യമാ, யாரும் இருக்கும் இடத்தில் இருந்து கொண்டால் எல்லாம் സൗഖ്യമേ, ഗരുഡൻ சொன்னது അതിൽ അർത്ഥം ഉള്ളത്. അതാണ് ആ ഗാനം. അപ്പോൾ യാറും ഇരിക്കും ഇടത്തിൽ ഇരുന്നു കൊണ്ടാൽ എല്ലാം സൗഖ്യമേ, അതാണ് ഒരു രാഷ്ട്രീയത്തിലും അന്തിമമായിട്ടുള്ളൊരു വാചകം. എല്ലാവരും അവനവൻ്റെ ദൗത്യങ്ങളും റോളുകളും നിർവഹിച്ച് വിശ്വാസപൂർവ്വം പരസ്പരം ഇടപഴകുമ്പോൾ രാഷ്ട്രീയമായിട്ട് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ കരഗതമാകും. അതൊന്നും ഒരു ക്ഷിപ്രകോപത്തിനോ അല്ലെങ്കിൽ സത്വര നടപടികൾ പ്രതീക്ഷിച്ചിട്ടുള്ള അപക്വതക്കോ ഒന്നും ഇടമുള്ള ഒന്നല്ല. തീർച്ചയായിട്ടും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് അൻവർ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആ വിഷയങ്ങൾ പൂർണ്ണതയിലെത്തിക്കാൻ അൻവർ മുമ്പിലുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾ പ്രത്യാശിക്കുന്നത്. ശരി, വരികൾക്കിടയിലൂടെ കാര്യങ്ങൾ വ്യക്തമാണ്. ശ്രീ ഹംസ പറക്കട്ട്, അൻവർ ഇരിക്കേണ്ടിടത്ത് ഇരിക്കുമോ? ഇരിക്കേണ്ടിടത്ത് ഇരുന്നില്ലെങ്കിൽ ഈ കോടാലി എടുത്ത് കഴുത്തിലിടാൻ ഞങ്ങളില്ല
എന്നാണ് പറഞ്ഞതിന്റെ ഒരു ആന്തരാർത്ഥമായിട്ട് ഞാൻ ഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിന് വേറെ വ്യാഖ്യാനം ഉണ്ടാവും. എന്നാലും ആ അർത്ഥത്തിലല്ല നൗഷാദ് അലി പറഞ്ഞത്. അൻവറിൻ്റെ ഉത്തരവാദിത്തം അൻവർ നിർവഹിക്കണം. അതിൽ വളരെ വ്യക്തമാണത്. അൻവർ ഇറങ്ങി വന്നപ്പോൾ അൻവർ ഉയർത്തിയ കാര്യങ്ങൾ ഇന്നും കേരള സമൂഹത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പി വി അൻവറിന് ഒരു പ്രധാന റോൾ വഹിക്കാനുണ്ട്. അത് പി വി അൻവർ കൂടി ഈ കൂട്ടായ്മയിൽ വരണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് പി വി അൻവർ എന്ന വ്യക്തിയോട് ഇപ്പോൾ യു ഡി എഫിന് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, കോൺഗ്രസിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ തൃണമൂൽ കോൺഗ്രസ് ആയിട്ട് വരുന്നത് സാധ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. തൃണമൂൽ കോൺഗ്രസ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫിൽ ഉണ്ടാകുമെന്നാണ് TMC നേതാക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, അതിൽ കോൺഗ്രസ് ഒരു ദേശീയ പാർട്ടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങളിൽ ഒരുപാട് ചർച്ച നടത്തേണ്ടത് വരും. അതിലൊന്നും നമുക്കൊരു കോൺഗ്രസ് എന്ന പാർട്ടി അങ്ങനെ ഒരു നിലപാട് നമ്മളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. സ്വയമായിട്ട് 2011 പശ്ചിമ ബംഗാളിൽ അധികാരത്തിൽ വന്നത് കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും കൂടിയല്ലേ. ആ മന്ത്രിസഭയിൽ കോൺഗ്രസിൻ്റെ 4 മന്ത്രിമാരുണ്ടായിരുന്നു. 2011 മമതാ ബാനർജി മുഖ്യമന്ത്രിയായപ്പോൾ CPM-ന്റെ ഭരണം അവസാനിപ്പിച്ചപ്പോൾ. അപ്പോൾ കോൺഗ്രസിന് ആ വിഷയങ്ങളിൽ ചില ചർച്ചകൾ നടത്തേണ്ടി വരും. ആ കാര്യത്തിൽ UDF നേതൃത്വം തീരുമാനമെടുക്കും എന്ന് തന്നെയാണ് നമ്മുടെ സ്വീകാര്യമല്ലെങ്കിൽ. അല്ല, അങ്ങനെ ഒരു ഞാൻ മനസ്സിലാക്കിയത് ഒരു സജഷൻ വന്നത് ഒരു കേരള പ്രാദേശിക പാർട്ടി രൂപീകരിക്കട്ടെ. തൃണമൂൽ കോൺഗ്രസ് എന്ന പേരാണ് പ്രശ്നം. അപ്പോൾ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലുള്ള ആളുകൾ ചേർന്നൊരു പ്രാദേശിക പാർട്ടി രൂപീകരിക്കട്ടെ, അതല്ലെങ്കിൽ പുറത്തു നിന്ന് പിന്തുണയ്ക്കട്ടെ. ഈ 2 ഓപ്ഷൻ സ്വീകാര്യമാണോ? അല്ല, അങ്ങനെ ഒരു ചർച്ച കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വച്ചിട്ടില്ല. അതൊക്കെ മാധ്യമ സൃഷ്ടിയാണ്. വേറെ പാർട്ടി ഉണ്ടാക്കട്ടെ, കേരളത്തിൽ സഹകരിക്കട്ടെ, പുറത്ത് അതൊക്കെ ഒരിക്കലും കോൺഗ്രസ് നേതൃത്വം അങ്ങനെ ഒരു ഉപാധിയോ അങ്ങനെ ഒരു ചർച്ചയോ നമ്മളുമായോ നമ്മുടെ ലീഡറുമായോ നടത്തിയിട്ടില്ല. കോൺഗ്രസ് നേതൃത്വം പി വി അൻവർ എന്താ ഉയർത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം രാജിവെച്ച് ഇറങ്ങി വന്നത്, അത് ഇന്നും ഈ സമൂഹത്തിൽ ചർച്ചയായിരിക്കുകയാണ്. ആ ഒരു കൂട്ടായ്മയ്ക്ക് പി വി അൻവറിൻ്റെ സാന്നിധ്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസും UDF നേതൃത്വവും. ജനാധിപത്യ ചേരിയിലുള്ള എല്ലാവരും, മതേതര ചേരിയിൽ നിൽക്കുന്ന എല്ലാവരും പി വി അൻവറിൻ്റെ സാന്നിധ്യം ഇതിൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് നമുക്ക് യാതൊരു ഉപാധിയും ഇല്ലാതെ പിന്തുണ കൊടുക്കുമെന്ന് അദ്ദേഹം രാജിവെച്ചപ്പോൾ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ച നിലപാടാണ്. ശരി, അവിടെ ശ്രീ P. ഷബീർ, CPM-നെ സംബന്ധിച്ചും LDF-നെ സംബന്ധിച്ചും ഇത് സിറ്റിംഗ് സീറ്റാണ്, നിങ്ങളുടെ MLA ആണ്. അപ്പോൾ സിറ്റിംഗ് സീറ്റ് പോവാതിരിക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. പക്ഷെ നിങ്ങൾ അപ്പുറത്തെ ആശയക്കുഴപ്പം എന്ത് എന്നുള്ളത് നോക്കി നിൽക്കുകയാണോ? പറ്റിയാൽ കോൺഗ്രസിലും തന്നെ ഒരു സ്ഥാനാർത്ഥിയെ പാലക്കാട് മോഡലിൽ കിട്ടും നിലമ്പൂരിലുമെന്ന് ഒരു ആത്മവിശ്വാസമോ പ്രതീക്ഷയോ ഉണ്ടോ? ഇവിടെ ഇടതുപക്ഷം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് പൂർണ്ണമായും രാഷ്ട്രീയമായിട്ടാണ്. കഴിഞ്ഞ 9 വർഷം കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇവിടെ നിങ്ങൾ ഈ പറയുന്ന ചർച്ച ചെയ്യുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചൊന്നും ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള ആശങ്കയുമില്ല. ഇവിടെ UDF-ന്റെ ഈ പറയുന്ന ശ്രീ പി വി അൻവറിന്റെ പ്രവേശനം സംബന്ധിച്ച കാര്യം, അതല്ലെങ്കിൽ UDF-ന്റെ ഈ പറയുന്ന സ്ഥാനാർത്ഥി തീരുമാനം, ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള പ്രയാസകരമായ അവസ്ഥയും സൃഷ്ടിക്കുന്നില്ല. അതെല്ലാം അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഞങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായും ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും സുസജ്ജമായി നേരിടാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരു രാഷ്ട്രീയ വഞ്ചനയോടുള്ള വളരെ കൃത്യമായിട്ടുള്ള നിലപാട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരുകാരുടെ വിധിയെഴുത്ത് എന്നത് മാത്രമാണ്. അതിനകത്ത് മറ്റൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്. അവിടെ ഷബീർ, കുഞ്ഞാലിക്ക് ശേഷം നിലമ്പൂരിൽ ഒരു പത്തരമാറ്റ് കമ്മ്യൂണിസ്റ്റുകാരൻ ജയിച്ചിട്ടില്ല. ഈ മുൻപ് കോൺഗ്രസ് ആയിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പാരമ്പര്യം ഉണ്ടായിരുന്ന ആളുകൾ ജയിച്ചിട്ടുണ്ട് ഇടതുപക്ഷ ലേബലിൽ എന്നതല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരനായ ഒരാൾ, പൂർണ്ണമായും കമ്മ്യൂണിസ്റ്റായ ഒരാൾ ജയിച്ചിട്ടില്ല എന്നുള്ള കാര്യം 67-ന് ശേഷം ഇങ്ങോട്ടൊരു യാഥാർത്ഥ്യമായി കിടക്കുകയാണ്. കഴിഞ്ഞ 2 തവണ ജയിക്കുന്നത് അൻവർ ഉണ്ടാക്കിയിട്ടുള്ള, അൻവർ സമാഹരിച്ചിട്ടുള്ള പൊതു വോട്ടുകളുടെ കൂടി സ്വാധീനത്തിലാണ്. അത് ഇത്തവണ ഇല്ല. പ്യുവറായിട്ട് പൊളിറ്റിക്കലായിട്ട് നിങ്ങൾ നേരിടണം. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കൺസിഡറേഷൻസ് ഒക്കെ അൻവറിനെ പോലെ അല്ലെങ്കിൽ അൻവറിനോടൊക്കെ ഇടിച്ചു നിൽക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരാളെ അന്വേഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇവിടെ തെറ്റുണ്ട് എന്ന അർത്ഥത്തിലല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തില് 957 മുതൽ തന്നെ സ്വതന്ത്രരായിട്ടുള്ള സ്ഥാനാർത്ഥികളെയും അതോടൊപ്പം തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളെയും അതത് സാഹചര്യങ്ങളിൽ മത്സരിപ്പിച്ച് വിജയിപ്പിച്ചിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ട നിരവധിയായ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടെ നിലമ്പൂരിനെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്കോ അല്ലെങ്കിൽ അത്തരം ഘട്ടങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ, ഒരു വ്യക്തതക്കുറവുമില്ലാതെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിക്കും. ഇവിടെ ഇടതുപക്ഷത്തിൽ അത്തരത്തിലുള്ള ഒരു പ്രയാസകരമായ അവസ്ഥയും നിലവിലില്ല. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം UDF-ൽ
ഉള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ മുന്നണി പ്രവേശനത്തെ സംബന്ധിച്ചും അതല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ സംബന്ധിച്ചൊക്കെയാണ് മാധ്യമങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നത്. ഇടതുപക്ഷത്തിന്റെ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ വല്ല ആശങ്കയും അല്ലെങ്കിൽ വല്ല പ്രയാസകരമായ സാഹചര്യവും ഈ ഘട്ടം വരെ ആർക്കെങ്കിലും ചർച്ച ചെയ്യാൻ കഴിയുന്നുണ്ടോ? അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് എന്നാണോ അതിന്റെ മുറയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടനെ സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ കോൺഫിഡൻസ്. ഓക്കെ ആവട്ടെ. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോ ഉരുത്തിരിയുന്ന പ്രതിസന്ധി കോൺഗ്രസും UDF-ഉം എങ്ങനെ ഓവർകം ചെയ്യുമെന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ഒന്ന്, അവിടെ സ്ഥാനാർത്ഥി ആര് എന്നത് സംബന്ധിച്ചൊരു തർക്കം എന്നുള്ളതിനപ്പുറത്ത് ആര്യാടൻ മുഹമ്മദിന്റെ ഒരു കുടുംബ സീറ്റ് പോലെ ഒരു ഫാമിലി പോക്കറ്റ് ബോറോ ആണ് നിലമ്പൂർ, നമുക്കറിയാം. പക്ഷേ ഇത്തവണ VS ജോയിയുടെ പേരാണ് അൻവർ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ കോൺഗ്രസിന് അക്കാര്യത്തിൽ സ്വതന്ത്രമായ തീരുമാനമെടുക്കാൻ കഴിയുമോ? ഈ തരത്തിലുള്ള അൻവറും ആര്യാടനും തമ്മിലുള്ള പ്രശ്നം പ്രതിഫലിക്കുമോ? അൻവറിനെ കൂടി പരിഗണിച്ചൊരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കേണ്ടി വരുമോ എന്ന ഒരു പ്രശ്നം അവിടെ. ആഭ്യന്തര കാര്യത്തിൽ ഇടപെട്ടു എന്ന കോൺഗ്രസ്സുകാരുടെ വിഷയം മറ്റൊരു ഭാഗത്ത്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിൽ എടുക്കണോ, അതോ അൻവർ പുറത്തുനിന്ന് പിന്തുണച്ചാൽ മതിയോ, അൻവർ വേറെ പാർട്ടി ഉണ്ടാക്കി വന്ന് പിന്തുണയ്ക്കണോ? ഇങ്ങനെ 100,000 പ്രശ്നങ്ങൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പോൾ പൊസിഷനിൽ നിൽക്കേണ്ട UDF-ന് തലവേദനയാവുകയാണ്. തീർച്ചയായും ശ്രീ അഭിലാഷ്, കോൺഗ്രസ് പാർട്ടി ഐഡിയലി ഒരു പോൾ പൊസിഷനിൽ നിൽക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഇനി മറ്റൊരു ഉപതെരഞ്ഞെടുപ്പ് വരാനില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി 2026 കേരളം നീങ്ങുന്നതിന് മുൻപ് അവസാന ബലപരീക്ഷ എന്ന നിലയിൽ രണ്ട് മുന്നണികൾക്കും, പ്രത്യേക BJP-ക്ക് വലിയ കാര്യമായ ഒരു സ്റ്റേക്ക് ഇല്ലാത്തൊരു മണ്ഡലം എന്ന നിലയിൽ UDF, LDF മുന്നണികൾക്ക് നിർണായകമാകുന്ന ആ ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ചെറിയ തോതിൽ ആശയക്കുഴപ്പത്തിലാണ്. കാരണം കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് എക്കാലത്തും ബുദ്ധിമുട്ടേറിയ അനുഭവം തന്നെയായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 4 ഉപതെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ആ നിമിഷം തന്നെ ആദ്യം സ്ഥാനാർത്ഥിയുമായി രംഗത്തിറങ്ങുകയും മെച്ചപ്പെട്ട നേട്ടം കൈവരിക്കാൻ സാധിക്കുകയും 4 തെരഞ്ഞെടുപ്പുകൾ നടന്നു. അതിൽ 3 ഉപതെരഞ്ഞെടുപ്പുകളിലെങ്കിലും കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചു. ഒരു തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം LDF-ന്റെ ഭൂരിപക്ഷം ചേലക്കരയിൽ കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ കാട്ടിയ മികവ് എന്നതിനേക്കാൾ കൂടുതൽ ആ ഒരു ചടുലതയാണ്. പക്ഷേ ഇവിടെ സങ്കീർണമായ വിഷയം എന്ന് പറയുന്നത് ഒന്ന് PV അൻവർ ഫാക്ടറാണ്, 2 കോൺഗ്രസിനുള്ളിൽ തന്നെ ഉള്ള ഒരു പക്ഷേ ആര്യാടൻ ഫാക്ടർ. ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തും VS ജോയിയും തമ്മിലുള്ള ഒരു 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 മാറ്റുരച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരുപാട് സമവാക്യങ്ങൾ പരിഗണിക്കേണ്ടി വരും കോൺഗ്രസിന്. ഒന്ന്, തൃണമൂൽ കോൺഗ്രസുമായുള്ള ബന്ധം പരിശോധിക്കണം. അത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതൃത്വം പരിശോധിക്കേണ്ട വിഷയമല്ല, കോൺഗ്രസ് ഹൈക്കമാൻഡ് പരിശോധിക്കേണ്ട വിഷയമാണ്. നാളെ അൻവറുമായി നടത്തേണ്ടിയിരുന്ന കൂടിക്കാഴ്ച മാറ്റിവെച്ചിരിക്കുന്ന ഒരു കാര്യം, മാർപ്പാപ്പയുടെ മരണവും ദുഃഖാചരണവും എല്ലാം കാരണം മാറ്റിവെച്ചിരിക്കുന്നു. പക്ഷേ അവിടെ ഒരു ബ്രീതിങ് സ്പേസ് കിട്ടുകയാണ്. ഒരു കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ അഭിനന്ദിക്കേണ്ടതുണ്ട്. ഘടകകക്ഷിയാകാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയുടെ വിലപേശൽ, അതിന് മുന്നിൽ പൂർണ്ണമായി പഞ്ചപുച്ഛമടക്കി നിന്നുകൊടുത്തില്ല എന്നത്, അത് പരമാവധി നീട്ടിക്കൊണ്ടു പോകുന്ന ഒരു ഡിലേയിങ് ടാക്ടിക്സ് കോൺഗ്രസ് സമർത്ഥമായി പയറ്റുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഇതൊരു സാമർഥ്യമാണ്. അതായത് PV അൻവറിന് മറ്റ് ഓപ്ഷൻസ് ഇല്ല. ഇടതുപക്ഷത്തേക്ക് ഇപ്പോൾ തിരിച്ചു കയറുന്നത് ആത്മഹത്യാപരമായിരിക്കും. ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനാണെങ്കിൽ PV അൻവറിന് ജയിച്ചു വരാവുന്നൊരു അന്തരീക്ഷം ഒരുപക്ഷെ ഉണ്ടാവില്ല. ഒരുപക്ഷെ ആരാണ് ജയിക്കുന്നത് എന്ന വിജയപരാജയങ്ങളെ തീരുമാനിക്കാനുള്ള ഒരു ഫാക്ടറായി അൻവർ വന്നേക്കാം. പക്ഷെ അൻവറിനെ സംബന്ധിച്ചിടത്തോളം UDF-നോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തൻ്റെ മാറ്റ് തെളിയിക്കാൻ, നേരത്തെ അഭിലാഷ് പറഞ്ഞ 10 മാറ്റുണ്ട് തനിക്ക് എന്ന് തെളിയിക്കാനുള്ള അവസരം ഒക്കുമെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും സുരക്ഷിതമായ മുസ്ലിം ലീഗിന് കൂടി ഹോൾഡറുള്ള ഒരു സീറ്റ് കിട്ടുകയും അങ്ങനെ മുന്നണി പ്രവേശനം നടത്തുകയും, തൃണമൂൽ എന്ന രീതിയിൽ സാധിച്ചില്ല എങ്കിൽ ഒരു ലോക്കൽ കക്ഷി, കേരള കക്ഷി എന്ന നിലയിൽ വന്നാൽ പോലും ഒരു മന്ത്രിസ്ഥാനം വിലപേശി വാങ്ങാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് അൻവറിനെ മുന്നോട്ട് നയിക്കുന്നത്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം അൻവറിനെ പിണക്കാതെ തന്നെ, സ്വന്തം പാർട്ടിയിൽ പടലപിണക്കമുണ്ടാകാതെ സ്ഥാനാർത്ഥി നിർണയം നടത്താൻ കോൺഗ്രസ് ഒരുങ്ങിയിരിക്കുന്നു. അവിടെ ഒരു ഡിലേയിങ് ടാക്ടിക്സ് കോൺഗ്രസിന് ഇപ്പോൾ ആശ്വാസമായി വന്നിരിക്കുന്നു. ശരി, അവിടെ ശ്രീ നൗഷാദ് അലി, മുമ്പൊക്കെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കൽ സമയമെടുക്കുന്ന പ്രക്രിയയായിരുന്നെങ്കിൽ കഴിഞ്ഞ 4 വർഷം എടുത്താൽ 4 ഉപതെരഞ്ഞെടുപ്പുകളിലും ക്ഷണനേരം കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടനെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ പറ്റി. തൃക്കാക്കരയിൽ ഉമാ തോമസിനെ, ചാണ്ടി ഉമ്മനെ പുതുപ്പള്ളിയിൽ, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെയും രമ്യ ഹരിദാസിനെയും പാലക്കാടും ചേലക്കരയിലും ക്ഷണനേരം കൊണ്ട് പ്രഖ്യാപിക്കാൻ പറ്റി. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അങ്ങനെ സാധിക്കുമോ? ഒന്നാമത്തെ വിഷയം. ഇപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി അതിന്റെ സംഘടനാപരമായ പരിഗണനകൾക്കനുസരിച്ച് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്നതിൽ ഇത്തിരി സമയമെടുത്താലും പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് കുഴപ്പമൊന്നും പറയാനില്ല. പക്ഷേ പുതുതായി വരുന്ന ഒരു ഘടകകക്ഷി ഡിക്റ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയാലോ, ഇന്ന ആൾ വേണം, മുസ്ലിം ലീഗ് എന്ന മലപ്പുറം ജില്ലയിലെ ഒന്നാമത്തെ കക്ഷി
ഇതുവരെ കോൺഗ്രസിനോട് ആവശ്യപ്പെടാത്ത കാര്യം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി ഇന്നയാള് വേണം എന്ന് നിങ്ങളുടെ പുതിയ സഖ്യകക്ഷി ശാഠ്യം പിടിച്ചാൽ അതിന് വഴങ്ങിക്കൊടുക്കുന്നത് ശരിയായ നിലയായി വ്യാഖ്യാനിക്കപ്പെടുമോ? അഭിലാഷ്, ഇവിടെ നിങ്ങൾ അങ്ങനെ അത്തരത്തിൽ ഈ സ്ഥാനാർത്ഥിയെ ഏതെങ്കിലും തരത്തിൽ നിശ്ചയിക്കാൻ വൈകിപ്പോകുന്നു എന്ന മട്ടിൽ പറയേണ്ട ഒരു സമയമായിട്ടില്ലല്ലോ. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൻ്റെ ബഹുഘാതം മുന്നിൽ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. അതിനുള്ള ഇന്റേണലായ എക്സർസൈസുകളൊക്കെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് പുരോഗമിക്കുകയാണ്. പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാ കാലത്തും പിന്നെ സീറ്റിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ഒന്നിലധികം പേരുണ്ടാകാറുണ്ട്. അത് പാലക്കാട്ട് പരസ്യമായിട്ട് കോൺഗ്രസിൽ നിന്നൊരാൾ രാജിവെച്ച് പോയിട്ട് CPMന്റെ സ്ഥാനാർത്ഥിയാവുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. ഇതൊക്കെ പ്രീസിഡൻസ് ഉള്ള കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ട്രോമ എന്ന് നിങ്ങളുടെ ജേർണലിസ്റ്റിക് ഭാഷയിൽ പറയാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടൊക്കെ കോൺഗ്രസ് വലിയ വോട്ടിന് അവിടെയൊക്കെ വിജയിച്ച് വന്നിട്ടുണ്ട്. ഇവിടുത്തെ വിഷയം അത് വളരെ കൃത്യമായി പരിഹരിക്കപ്പെടാനുള്ള എല്ലാ പിന്നെ സാധ്യതകളും വളരെ സജീവമാണ്. കോൺഗ്രസ് നേതൃത്വം അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള എല്ലാ നൈപുണ്യവുമുള്ള നേതൃത്വമാണുള്ളത്. അതൊക്കെ വളരെ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് നടക്കും. ഞാനിവിടെ നിങ്ങളിപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ഈ CPMന്റെയും LDFന്റെയും അവസ്ഥ കൂടി അഭിലാഷ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയണം. കാരണം UDF ക്യാമ്പിലും കോൺഗ്രസിലും ലീഗിൻ്റെ പരിസരങ്ങളിലും ഒക്കെ പള്ളിപ്പെരുന്നാളിൻ്റെ ആളുകളും ആരവവും ആഘോഷ അന്തരീക്ഷമാണ്. എന്നാൽ CPMൽ ആര് സ്ഥാനാർത്ഥിയാവും, എന്താണ് അവിടുത്തെ സ്ഥിതി, എങ്ങനെയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചർച്ച പോലുമില്ല. ഇത് തന്നെ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രത്തിൻ്റെ ദിശാസൂചികയാണ്. CPM എന്ന പാർട്ടി അവിടുത്തെ ചിത്രത്തിൽ പോലും ഇല്ല. ഞാൻ നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ 67 അവസാനമായിട്ട് കുഞ്ഞാലി ജയിച്ചു. ആ കുഞ്ഞാലി ജയിക്കുമ്പോൾ മുസ്ലിം ലീഗ് CPMന്റെ സഖ്യത്തിലായിരുന്നു, സപ്തകക്ഷി മന്ത്രിസഭയായിരുന്നു, അല്ലെങ്കിൽ മുന്നണിയായിരുന്നു അന്ന് മത്സരിച്ചത്. അതിനുശേഷം 82-ലും 2016-ലും 2021-ലും ഒക്കെ അവിടെ CPM വിജയിപ്പിച്ചത് മുൻ കോൺഗ്രസ്സുകാരെ ആയിരുന്നു. അപ്പോൾ അത്തരമൊരു രാഷ്ട്രീയ പശ്ചാത്തലമുള്ളൊരു മണ്ഡലമാണ് നിലമ്പൂർ. ആ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാനാർത്ഥി ആരെന്നുള്ള ചോദ്യവും ചർച്ചകളും തന്നെയാണ് കോൺഗ്രസിൻ്റെയും ഐക്യജനാധിപത്യ മുന്നണിയുടെയൊക്കെ മുൻതൂക്കത്തിൻ്റെ ഏറ്റവും വലിയ സൂചനകൾ. ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ജനാധിപത്യ പാർട്ടികളിൽ ഉണ്ടാകും. അതൊക്കെ പരിഹരിച്ചു മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ മിടുക്ക്. ആ മിടുക്ക് ഇതപര്യന്തം പ്രകടിപ്പിച്ചു പോകുന്ന ഒരു കേരള സ്റ്റേറ്റ് കോൺഗ്രസ് ലീഡർഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ അടുത്ത നിമിഷം തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും നിങ്ങളീ പറഞ്ഞ എല്ലാവരും ചേർന്ന് ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ അണിനിരക്കുകയും ചെയ്യുന്നൊരു കാഴ്ച കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ സദയം ഒറ്റ കാര്യം കൂടി അഭിലാഷം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ CPM എന്ത് കണ്ടിട്ടാണ് വിജയിക്കുമെന്ന് പറയുന്നത്? നിങ്ങൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം നോക്കുക. AKG സെന്ററിൻ്റെ ഉദ്ഘാടനമാണ് നാളെ. കേരളത്തിലുടനീളം ഒട്ടിയിട്ടുള്ള പോസ്റ്ററുകളിൽ പിണറായി വിജയൻ്റെ ഒറ്റ മുഖമാണ്. ഈ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന MA ബേബിയുടെ മുഖം പോയിട്ടൊരു വരി പോലും ഇല്ല. ആ പിണറായി വിജയൻ്റെ മുഖം പൊലിപ്പിക്കാൻ 4ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് 25 കോടിയാണ് പാപ്പരായ കേരളം വീണ്ടും ചെലവാക്കുന്നത്. അപ്പോൾ ഇവിടെ 100 രൂപയുടെയോ 150 രൂപയുടെയൊക്കെ വർധന ആവശ്യപ്പെട്ടുകൊണ്ട് ആശമാരവിടെ തിരുവനന്തപുരത്ത് 2 മാസം പിന്നിട്ട സമരത്തിലാണ്. കേരളത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പണമില്ലാത്തത് കൊണ്ട് സർവ്വതും മുടങ്ങിക്കിടക്കുന്നു. 1000 കോടി രൂപയും 50,000-ൽ പരം ബില്ലുകളുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാർച്ച് 31 പെൻഡിംഗ് ആയിട്ട് കിടക്കുന്നത്. എല്ലാം താറുമാറായി കിടക്കുമ്പോൾ ഇത്തരത്തിൽ വീണ വായിച്ച് മുന്നോട്ട് പോകുന്ന സ്വന്തം മുഖം മാത്രം ഏത് രാഷ്ട്രീയ സാഹചര്യമാണ് CPM പ്രതീക്ഷിക്കുന്നത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ശരി, BJP പ്രതിനിധി കൂടി ഷിവ്ലാസ് ബാബു കൂടി നമ്മോടൊപ്പം. ഷിവ്ലാസ് ബാബു, ഇത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാനത്തെ ബലപരീക്ഷണമാണ് നിയമസഭാ കോൺസ്റ്റിറ്റ്യുവൻസികളുടെ കാര്യത്തിൽ. അത് അത്തരത്തിലൊരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരിക്കും. എങ്ങോട്ട് സഞ്ചരിക്കുന്നു കേരള രാഷ്ട്രീയം എന്ന ഒരു സൂചകം കൂടി നമുക്ക് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായും BJP വളരെ സീരിയസ് ആയിട്ട് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ എടുക്കേണ്ടേ? അങ്ങനെ ഒരു സീരിയസ് ഫൈറ്റിന് BJPക്ക് പ്രാപ്തിയുണ്ടോ നിലമ്പൂരിൽ? അല്ല, BJPയെ സംബന്ധിച്ചിടത്തോളം BJP സീരിയസ് ആയിട്ട് തന്നെയാണ് എല്ലാ ഫൈറ്റിനും എടുക്കുന്നത്. അഭിലാഷ്, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ തവണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് അതിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നിന്നുള്ള ജനങ്ങളടക്കം ചർച്ച ചെയ്യുക എന്താണ്, നിലമ്പൂരത്തെ ജനങ്ങളിങ്ങനെ വോട്ട് ചെയ്ത് വയ്യാണ്ടേ പോലെ
ഇത് എന്തെങ്കിലും തരത്തിലുള്ള എന്താണ് ഈ തെരഞ്ഞെടുപ്പിന് മുന്നോട്ട് വെച്ചത്? ഓരോരുത്തരുടെ ഓരോ അഭ്യാസങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾക്കല്ലേ ഇപ്പോൾ ജനങ്ങൾ വീണ്ടും വോട്ട് ചെയ്യാൻ പോകേണ്ടത്? എത്ര കാലം ഉണ്ടാവും ഇപ്പോൾ ജയിച്ചു വരണ MLA നിയമസഭയിൽ? ഒന്ന് പറ, എത്ര കാലം ഉണ്ടാവും? അതിനുവേണ്ടി എന്തെല്ലാം തയ്യാറെടുപ്പുകൾ, എത്രയെത്ര പണങ്ങൾ, എത്ര അനാവശ്യ ചെലവുകൾ ഇവിടെ നടപ്പിലാക്കണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? അവിടെ ആദ്യം നമ്മൾ ചർച്ച ചെയ്യണ്ടേ. തെരഞ്ഞെടുപ്പ് വരുന്നു, സ്ഥാനാർത്ഥികൾ നിൽക്കുന്നു, എല്ലാ വിവിധ രാഷ്ട്രീയ പാർട്ടികളും കൃത്യമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു, അവിടെ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയാൽ ജയിക്കുകയൊക്കെ ശരിയാണ്. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ നയിക്കണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഓരോ വിഷയങ്ങൾ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കുക. അത് ഭരണകക്ഷിയിലെ MLA അതിനെ ആയിരുന്ന വ്യക്തി കുറേ ആരോപണങ്ങൾ പറഞ്ഞു, ആരോപണങ്ങൾ ചർച്ചയായതിനു ശേഷം അദ്ദേഹം രാജിവെച്ചു. അതിൻ്റെ തൊട്ട് മുൻപ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ നിയോജക മണ്ഡലമടക്കമുള്ള ആളുകൾ ഒക്കെ പിന്നെയും വോട്ട് ചെയ്തു. ഇനിയിപ്പോൾ അത് പിന്നെയും വോട്ട് ചെയ്യാൻ പോകുന്നു. വോട്ടുകളുടെ മാമാങ്കമാണ് നടക്കുന്നത്. എന്തായാലും ആ രാഷ്ട്രീയം കേരളം ചർച്ച ചെയ്യട്ടെ. പരിപൂർണമായിട്ട് BJP സംബന്ധിച്ചിടത്തോളം BJP വളരെ ശക്തമായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുക. സംസ്ഥാന നേതൃത്വം അത് വേണ്ട തീരുമാനങ്ങളും കാര്യങ്ങളും എടുക്കും. പക്ഷേ ഒരു കാര്യം ജനങ്ങൾ തിരിച്ചറിയണം, ഈ രാഷ്ട്രീയ കോമാളിത്തരങ്ങൾക്ക് മുഴുവൻ ജനങ്ങൾ നിന്ന് കൊടുക്കേണ്ടി വരുന്നത് ആരുടെ തെറ്റാണ് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിൽ ചർച്ച ചെയ്യുമെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജനവിധിയിൽ പ്രതിഫലിച്ചേക്കാം. അവിടെ ശ്രീ പി ഷബീർ ഇവിടെ ചോദിച്ചൊരു ചോദ്യം വളരെ സങ്കടമാണ്. എന്തിന് ഇത്തവണ ഇടതുമുന്നണിയെ ജനങ്ങൾ തെരഞ്ഞെടുക്കണം എന്നൊരു രാഷ്ട്രീയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിടുക. അതിന് ഉപോത്ബലകമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരിക്കുകയും ചെയ്തു. ഇതിൽ കാണേണ്ട ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നടക്കുന്ന ഒരു സെമി ഫൈനൽ പോരാട്ടമാണ്. ഈ പോരാട്ടം നടക്കുന്നത് നിങ്ങളുടെ സിറ്റിംഗ് സീറ്റിലാണ്. കഴിഞ്ഞ തവണ ജയിച്ച സീറ്റിലാണ് എന്നൊരു പ്രത്യേകത അതിനുണ്ട്. ഇപ്പോൾ പുതുപ്പള്ളി പരാജയപ്പെട്ടു, തൃക്കാക്കര പരാജയപ്പെട്ടു, പാലക്കാട് പരാജയപ്പെട്ടു എന്നുള്ളത് നമുക്ക് വലിയ തോതിലുള്ള ആഘാതമായി കാണാൻ കഴിയില്ല, കാരണം അത് സിറ്റിംഗ് സീറ്റുകളല്ല. പക്ഷേ ഈ നിലമ്പൂര് തോറ്റു കഴിഞ്ഞാൽ കാറ്റ് എതിരാണ് എന്നുള്ളത് വ്യക്തമാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ശരിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പോലും പ്രയാസപ്പെടുന്നുണ്ടോ നിങ്ങൾ? ഇത് ഈ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പ്രയാസപ്പെടുന്നു എന്നതൊക്കെ UDFൽ നിലനിൽക്കുന്ന ആഭ്യന്തര കലാപത്തിന്റെ ഭാഗമായി അവർ തീർക്കുന്ന പ്രതിരോധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ഏതെങ്കിലും വ്യക്തികൾ സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പര്യടനം ഉൾപ്പെടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉൾപ്പെടെ ആരംഭിക്കുന്ന രീതി, ഇപ്പൊ നിലമ്പൂരിൽ കാണുന്ന രീതിയൊന്നും ഇടതുപക്ഷത്തിന് ഭൂഷണമല്ല. ഇടതുപക്ഷത്തിന് അത്തരം ഒരു രീതിയില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്ന മുറയിൽ അതിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. നല്ല നിലയിൽ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടും. ഈ പറയപ്പെടുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രം ഈ LDF സർക്കാരിന്റെ ഈ ഘട്ടത്തിൽ 1600 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടും. ഇവിടെ സൂചിപ്പിച്ച കോൺഗ്രസ് ബഹുമാന്യനായ കോൺഗ്രസ് പ്രതിനിധി സൂചിപ്പിച്ച പ്രശ്നങ്ങൾ ഞങ്ങൾ ഈ കേരളത്തിനകത്ത് ഈ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ്. 4 വർഷം പൂർത്തിയാക്കുമ്പോൾ ഈ ഗവൺമെന്റ് ഒരു നിലയിലും കേരളത്തിനകത്ത് ഒരു ഭരണവിരുദ്ധ വികാരം എന്നുള്ള നിലയിലുള്ള ചർച്ച യാഥാർത്ഥ്യത്തിലില്ല. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം മനുഷ്യരുടെ അല്ലെങ്കിൽ സാധാരണപ്പെട്ട മനുഷ്യരുടെ ജീവിതാനുഭവങ്ങൾ നേരിട്ട് അവന്റെ വികസന പ്രവർത്തനങ്ങളെല്ലാം നേരിട്ട് ജീവിതാനുഭവമായി മാറിയിട്ടുള്ള വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ളത്. ഏതേത് മേഖലയിലും നിങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. അത് നിലമ്പൂർ മണ്ഡലത്തിലും ഈ പറയപ്പെടുന്ന വിധം അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും സാധ്യമായിട്ടുണ്ട്. ആരോഗ്യ മേഖലയായിക്കോട്ടെ, വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, അടിസ്ഥാന സൗകര്യങ്ങളായിക്കോട്ടെ, എല്ലാ നിലയിലും നിലമ്പൂർ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്കാണ് കഴിഞ്ഞ 9 കൊല്ലം നിലമ്പൂർ സാക്ഷ്യം വഹിച്ചത്. അതിനെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ നിലമ്പൂരിലെ ഈ ഉപതെരഞ്ഞെടുപ്പിലെ കൃത്യമായി ഞങ്ങൾ നേരിടുക തന്നെ ചെയ്യും. അതിൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചത് ഈ രാജി ഉൾപ്പെടെയുള്ള പ്രത്യേകമായ സാഹചര്യമുണ്ട്. അത് ചില ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് UDFൽ പ്രവേശിക്കാനുള്ള അവകാശവാദത്തിനുള്ള രാജിയായിട്ട് മാത്രമാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ശരി, അവിടെ ശ്രീ ഹംസ പുറക്കാട്ട്, ഇന്നിപ്പോ മുസ്ലിം ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മുണ്ടേരി പറഞ്ഞൊരു കാര്യം, MLA എന്നുള്ള നിലയിലുള്ള PV അൻവറിന്റെ പ്രവർത്തനം വമ്പിച്ച പരാജയമായിരുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ സിറ്റിംഗ് MLAക്ക് എതിരെ ജനവികാരം ഉണ്ടായാൽ അവരിപ്പോ ആർക്ക് വോട്ട് ചെയ്യുമെന്നൊരു പ്രശ്നമുണ്ട്. കാരണം LDFന്റെ MLA ആയിരുന്ന ആൾ ആ MLA സ്ഥാനം രാജിവെച്ച് പുതിയ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്ന അഭൂതപൂർവമായ ഒരു രാഷ്ട്രീയ സ്ഥിതിവിശേഷമാണ്. അപ്പോൾ അൻവറിന് എതിരെയുള്ള ജനവികാരം ഏത് പാർട്ടിയുടെ പെട്ടിയിൽ എന്നുള്ളത് പോലും കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ PV അൻവർ
UDF ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുക? CPM-ന്റെ പ്രതിനിധി ഷബീർ പറഞ്ഞത് ഈ ഗവൺമെൻറ് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഒരു ചർച്ചയാകുമെന്നാണ്. LDF കൺവീനർ ബഹുമാനപ്പെട്ട രാമകൃഷ്ണൻ പറഞ്ഞത് അതൊരു ഗവൺമെൻറ് വിലയിരുത്തലാവില്ല എന്ന്. ഇത് രണ്ടും കൂടി എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നത് എനിക്ക് മനസ്സിലാവില്ല. മറ്റൊന്ന്, സാധാരണ രീതിയിൽ CPM ഒരു കേഡർ സ്വഭാവമുള്ള രാഷ്ട്രീയ പാർട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ എന്തിനിങ്ങനെ ആശങ്കപ്പെടുന്നു? അവിടെ ഈ പാലക്കാട് ഉപയോഗിച്ച അതേ വർഗീയ ചീട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് CPM അവരുടെ സ്ഥാനാർത്ഥി ഇങ്ങനെ പെട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇതുവരെ. കാരണം അവിടെ ഇന്ന ആൾ സ്ഥാനാർത്ഥിയായാൽ ഇന്ന ആളായിരിക്കണം CPM സ്ഥാനാർത്ഥി, മറ്റാളായിരിക്കാൻ ആ രീതിയിലേക്ക് CPM ചർച്ച കൊണ്ടുപോയി കേരളത്തിൽ ഒരു വർഗീയ ധ്രുവീകരണത്തിന് ചുക്കാൻ പിടിക്കുന്ന CPM വീണ്ടും ആ രീതിയിലേക്ക് പാലക്കാട് മാതിരി നിലമ്പൂർ ഇലക്ഷനെ മാറ്റാനാണ് CPM തയ്യാറാവുന്നതെന്നാണ് ഈ സ്ഥാനാർത്ഥി ചർച്ചയിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. മറ്റൊന്ന്, നേരത്തെ മാറി അത് മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രതിനിധി ഒരു അഭിപ്രായം പറഞ്ഞാണ്. അദ്ദേഹം തന്നെ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവായി പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ വികസന പ്രവർത്തനങ്ങളിൽ PV അൻവർ നടപ്പാക്കിയ കാര്യങ്ങൾ ഒരു പരിധിവരെ അവസാന ഘട്ടത്തിൽ LDF ഗവൺമെൻറ് തടസ്സപ്പെടുത്തിയപ്പോഴാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ അവിടെ ബൈപ്പാസിൻ്റെ നിർമ്മാണം, സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം, ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ വികസനം, ഈ കാര്യങ്ങളിൽ അദ്ദേഹം കൊടുത്ത കത്തുകൾ പത്രക്കാർക്കെല്ലാം കൊടുത്താണ്. അതിൽ ഗവൺമെൻറ് അവസാനം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിൽ ഒരു തടസ്സം നിന്നപ്പോഴാണ് അദ്ദേഹം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിച്ചത്. ഈ കാര്യങ്ങളിൽ എനിക്ക് അനുവദിക്കുന്ന കാര്യങ്ങളിൽ റിയാസിൻ്റെ പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാഗത്തു നിന്നൊരു തടസ്സമുണ്ട്, അത് പരിഹരിക്കണമെന്ന് പലവട്ടം അദ്ദേഹം മുഖ്യമന്ത്രിയോട് നേരിട്ടും കത്ത് മുഖാന്തരം ആവശ്യപ്പെട്ടതാണ്. അപ്പൊ അദ്ദേഹം ആ മണ്ഡലത്തിൽ നടത്താവുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം നടത്തി. അതിലൊരു ചെറിയ മറുപടി ഷബീർ, നമുക്ക് ഇപ്പോൾ ഈ ചർച്ച വൈൻഡപ്പ് ചെയ്തൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയും കൂടി വേണം. ഈ UDF സ്ഥാനാർത്ഥി ആരാണെന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ LDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകൂ എന്നുണ്ടോ? സാധാരണ നിലയ്ക്ക് പണ്ടൊന്നും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ആരെന്ന് നോക്കിയിട്ട് LDF സ്ഥാനാർത്ഥി, അങ്ങനെ ഒരു സ്ട്രാറ്റജി ഉണ്ടോ? അങ്ങനെ ഒരു സ്ട്രാറ്റജി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷനാണ്. അത് കാലാകാലങ്ങളിൽ ഈ പറയുന്ന പൊതു തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ഇടതുപക്ഷം സ്വീകരിച്ച സമീപനാണ്. അങ്ങനെയാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി അവതരിപ്പിക്കുക. UDF സ്ഥാനാർത്ഥി ആരുമായാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച വർഗീയമായ സമീപനമൊക്കെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ആരാണ് സ്വീകരിക്കുന്നത് എന്നതെല്ലാം നേരത്തെ ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചെല്ലാം ഈ ശ്രീ PV അൻവറിന്റെ പത്രസമ്മേളനം ഉൾപ്പെടെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിലേക്കൊന്നും ഞങ്ങൾ ഈ ഘട്ടത്തിൽ പോകുന്നില്ല. തീർച്ചയായിട്ടും. എന്തായാലും തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കട്ടെ, നമുക്ക് ഈ ചർച്ച ഉഷാറാക്കാം.